പൊന്നുമോനെപ്പറ്റി ഉമ്മ: എൻ്റെ മോൻ ഖാലിദ് ദീനിനു വേണ്ടി പടച്ചോൻ നൽകിയ കനിയാണവൻ. അവൻ ജീവിച്ചത് ദീനിനു വേണ്ടിയായിരുന്നു. അവനെക്കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞെത്തിയപ്പോഴേക്കും പയ്യൻ്റെ അടമയത്തിൽ സൈനബിയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെയൊരു പൊട്ടിക്കരച്ചിലായി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കണ്ടും കേട്ടും നിന്നവർക്ക് ഒന്നും പറയാനായില്ല. തികഞ്ഞ നിശബ്ദത. ഒടുവിൽ ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മകൾ സാബിറയുടെ മുറിഞ്ഞ വാക്കുകൾ: കരയാതെ ഉമ്മ, എല്ലാം ക്ഷമിക്കാനല്ലേ ഖാലിദ് പഠിപ്പിച്ചത്. ശരിയാണ്. പ്രതിസന്ധികളെ ആത്മധൈര്യത്തോടെ അതിജീവിച്ച ഖാലിദ് സ്വന്തം കുടുംബാംഗങ്ങളെയും അതിന് പ്രാപ്തരാക്കിയിരുന്നു. പിന്നെ സൈനബ പറഞ്ഞു തുടങ്ങി. നല്ല അനുസരണശീലം ഉണ്ടായിരുന്നു. കുസൃതികൾക്കൊന്നും പോകാത്തവൻ. ചീത്ത പറയില്ല. ദീൻ കാര്യങ്ങൾക്ക് മുമ്പിലുണ്ടാകും. അലിമീങ്ങളുമായി പ്രത്യേക ബന്ധമാണ്. ചെറുപ്പത്തിൽ ഓൻ്റെ പ്രായക്കാർ സിനിമക്കും മറ്റും പോകുമ്പോഴും മാറി നിൽക്കും. നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കാര്യത്തിൽ വലിയ ശ്രദ്ധയായിരുന്നു. മിക്കവാറും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും. ഒരിക്കൽ വഴിവെക്കിൽ ബോധം കെട്ടു വീടും. ആരൊക്കെയോ ചേർന്ന് അവനെ താങ്ങിക്കൊണ്ടുവന്നു. അന്നവന് 9 വയസ്സായിരുന്നു. സുന്നത്ത് നോമ്പ് നോറ്റ് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. വിവരമറിഞ്ഞ നാട്ടുകാരാണവൻ. അഹമ്മദ് ഹാജി അത്ഭുതത്തോടെ പറഞ്ഞു, ഖാലിദിന് നോമ്പുണ്ടായി പോലും. ഒരു കാര്യത്തിലും വീട്ടുകാരെ വിഷമിപ്പിക്കാറില്ല. ബാപ്പ ദുബൈയിലായതിനാൽ ചെറുപ്പകാലം എൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പഠിച്ചോളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. എന്നാലും പഠനത്തിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞ് പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം ഖാലിദിനില്ലായിരുന്നു. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പാതിര നേരത്തെ തിരിച്ചു വരും. അതേപ്പറ്റി ഞാനൊന്നും ചോദിക്കാറില്ല. വേണ്ടാത്തതിനൊന്നും പോകില്ലെന്ന് എനിക്കറിയാം. പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്തിനാ നിൻ്റെ മോനിങ്ങനെ അങ്ങുമിങ്ങും ഓടി നടക്കുന്നത്? അവൻ ഉപദേശിച്ചുകൂടെ? ഞാൻ അവരോട് പറയും, എൻ്റെ മോനെ ഞാൻ ദീനിനു വേണ്ടി ഒടിഞ്ഞു വെച്ചതാണ്. അവൻ എന്തോ ചെയ്തോട്ടെ. ഏതു കാര്യത്തിന് ഇറങ്ങുമ്പോഴും എന്നോട് സമ്മതം ചോദിക്കും. ഞാൻ ഇന്നോളം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. വീട്ടിൽ വന്ന് കയറിയാൽ തന്നെ ഭക്ഷണ കാര്യത്തിലൊന്നും യാതൊരു നിർബന്ധവും ഉണ്ടാകാറില്ല. കിട്ടിയത് തിന്ന് സംതൃപ്തിയടയും. എപ്പോഴും വായിക്കാനാണ് അവനിഷ്ടം. എത്ര പുസ്തകങ്ങളാണ് വാങ്ങിക്കൂട്ടുക. പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഖാലിദ് പറയും, ഇത് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഉമ്മ വായിച്ച് തീർക്കണം. ഞാനത് വായിച്ച് പഠിക്കും. വീട്ടുകാരെയെല്ലാം ഒരുമിച്ചിരുത്തി ദീനീ കാര്യങ്ങൾ പറഞ്ഞു തരും. ചിലപ്പോൾ ദിക്റും സ്വലാത്തും ചൊല്ലിക്കും. മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗൾഫിൽ പോയതിൽ പിന്നെ കത്തുകളിലൂടെയായിരുന്നു ഇതൊക്കെ നിറവേറ്റിയിരുന്നത്. ഏത് കത്തിലും ഒരു വയതുണ്ടാവാതിരിക്കില്ല. വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് കത്തെഴുതും. നബിമാരുടെയും മറ്റും കഥകൾ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവരെ ബോധ്യപ്പെടുത്തും. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ എൻ്റെ മോനെ കാണണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. ആ വിവരം അവന് എഴുതുകയും ചെയ്തു. അവനുടനെ ചെയ്തതെന്താണെന്നോ, 4 കാസറ്റുകൾ കൊടുത്തയച്ചു. അതിൽ നിറയെ യാത്രാനുഭവങ്ങൾ, ഹജ്ജ് യാത്ര വേളയിൽ സന്ദർശിച്ച മഖാമുകളെക്കുറിച്ചും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെക്കുറിച്ചും സുദീർഘമായി തന്നെ വിവരിച്ചുകൊണ്ടുള്ള കാസറ്റ്. ഒരുപക്ഷെ ഇനി നേരിൽ കണ്ട് യാത്രാ വിവരങ്ങൾ പറഞ്ഞു തരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്തോ എൻ്റെ മോൻ കാസറ്റിലാക്കി കൊടുത്തയച്ചത്. ഉമ്മയുടെ വാക്കുകൾ പൊടുന്നിനെ മുറിഞ്ഞു. ഖാലിദിൻ്റെ വന്യമാതാവ് പയ്യൻ്റെ അടിമയത്തിൽ സൈനബ ഇതിനോടകം മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇനി ആര്? അനുജൻ സമീറിൻ്റെ വേദന. ഇക്കാക്കിയുടെ വിയോഗം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഉപ്പ ഗൾഫിലായിരുന്നതിനാൽ വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൂട്ടി പ്രായം മുതൽക്കേ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഇക്ക
ചെറുപ്പത്തിൽ സ്കൂളിൽ മദ്രസയിൽ പോകാതിരിക്കുമ്പോൾ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കും. പിന്നെ പുഞ്ചിരിച്ച് ഉപദേശമാണ്. ഇക്കാക്കയുടെ ആ ചിരിയിൽ ഞാനും വശംവദനായിട്ടുണ്ട്. റൂട്ട് തെറ്റുമ്പോൾ പിടിച്ച് വിളിക്കാൻ എൻ്റെ ഇക്കാക്ക പിന്നിലുണ്ടാകുമായിരുന്നു. ദുർഘടം പിടിച്ച പാതയിൽ എനിക്ക് മുന്നേ നടന്ന് വഴി കാണിച്ചു തരാനും ഖാലിദ് കാക്ക കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിനലട്ടുന്ന ഒരു ചോദ്യമേയുള്ളൂ, ഖാലിദ് കാക്ക് ശേഷം ഇനി ഞങ്ങൾക്കാരും? ആശ്വാസമേകിയ പ്രിയതമൻ. നസീറയ്ക്കൊന്നും പറയാനാകുന്നില്ല. 2 മാസത്തെ ചുരുങ്ങിയ ദാമ്പത്യ ജീവിതത്തിനിടക്ക് മറക്കാനാകാത്തൊരുപാട് അനുഭവങ്ങൾ തന്നെ ഖാലിദ് ക. വിരഹവേദനയെക്കുറിച്ച് ഞാൻ എഴുതുമ്പോൾ ഉടൻ മറുപടി വരും ആശ്വാസത്തിൻ്റെ കുളിരി പകരുന്ന കുറിപ്പുകൾ.